ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പറയാൻ പോകുന്ന ഒരു വിഷയം പീപ്പിൾ വാച്ചിങ് അഥവാ ആൾക്കാരെ അവർ എന്തു ചെയ്യുന്നു, അവരുടെ വസ്ത്രധാരണ രീതി, അവരുടെ ശരീരഭാഷ എന്നിവയെ നിരീക്ഷിച്ച് വിലയിരുത്തി സംസാരം കൊണ്ടല്ലാതെ അവരുടെ മനസ്സിൽ എന്തൊക്കെയാണ് മാറിമറിയുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു തന്ത്രമാണ്. എന്നാൽ ഇതിന് വായ്നോട്ടമായോ തുറിച്ചുനോട്ടമായോ ബന്ധമില്ല. കാരണം ഒന്ന് ശരീരത്തെ മറ്റേത് പേടിപ്പിക്കാനും മാത്രമേ ഉപകാരപ്പെടൂ. പീപ്പിൾ വാച്ചിങ്ങിന് വേണ്ടത് മൈൻഡ്ഫുൾനെസ് ആണ്, അഥവാ നിലവിലുള്ള ബോധതലത്തിൽ തന്നെ ആയിരിക്കുക. പഴയകാല ചിന്തകളിലേക്ക് പോവരുത്. ഇനി ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാമെന്നും എങ്ങനെ ഉപയോഗിക്കാമെന്നും നമുക്ക് പരിശോധിക്കാം. വരിയിൽ നിൽക്കുമ്പോഴും ഡോക്ടറുടെ റൂമിൽ കൺസൾട്ടേഷന് വെയിറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ബോറടിക്കാറുണ്ടോ? സ്വയം ബോറടി മാറ്റാനായി നിങ്ങൾ എന്തു ചെയ്യും? സ്ഥിരമായി നമ്മളിൽ പലരും ചുറ്റുമുള്ളവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും, അതും അവരുടെ പെരുമാറ്റ രീതി അറിയാൻ. എന്നാൽ ചിലർ സമയത്തെ കൊല്ലാനായി മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ആളുകളെ നിരീക്ഷിക്കുന്നവർ അവരുടെ മുഖഭാവം, അവർ എന്താണ് ചെയ്യുന്നത്, അവർ നടക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ ഇരിക്കുന്നതിൻ്റെ രീതി ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നു. അതിലൂടെ നമ്മൾ നമ്മുടെ സിദ്ധാന്തത്തെ മനസ്സിൽ വളർത്തിയെടുക്കുന്നു. ഉദാഹരണത്തിന് അവർ ധരിക്കുന്ന ഷൂസ്, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ഷൂസിൻ്റെ അവസ്ഥ എന്നിവ. പ്രശസ്തനായ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ ഡേവിഡ് ഫൗഹിയും സഹപ്രവർത്തകരും പ്രസ്താവിച്ചതുപോലെ മനുഷ്യ ശരീരം ശക്തവും വൈവിധ്യപൂർണവുമായ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഉപകരണമാണ്. വ്യത്യസ്ത തരത്തിലുള്ള പരിതസ്ഥിതികളുടെ കമ്പ്യൂട്ടർ മോഡലുകൾ സൃഷ്ടിക്കാൻ ഫൗഹിയും സംഘവും ആളുകളുടെ പോസുകളും മറ്റും നിരീക്ഷിച്ചിരുന്നു. പക്ഷേ നമ്മുടെ ശരീരത്തിലൂടെ നമ്മൾ നൽകുന്ന ശക്തമായ ആശയവിനിമയം ശക്തമായ സാമൂഹിക വിധിന്യായങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കും. നമ്മുടെ ശരീരം പല ആശയവിനിമയങ്ങൾക്കും ഉപയോഗിക്കുന്നതിലൂടെ സൈക്കോളജിക്കലായി മറ്റുള്ളവരുടെ ശരീരഭാഷയും നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ഇത് ചിലപ്പോൾ നിങ്ങളുടെ തൊഴിലിന് ഉപകാരപ്രദമായിരിക്കാം. സംശയമുള്ളവർ കള്ളം പറയുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ ഡിറ്റക്റ്റീവുകൾക്ക് ഇത് ബാധകമാണ്. എന്തൊക്കെയായാലും നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം മറ്റുള്ളവരെ നോക്കുന്നത് ആശ്രയിച്ചിരിക്കുന്നില്ലെങ്കിലും ഇത് നല്ലൊരു വ്യക്തിത്വ പഠനവും മൂല്യവത്തുമാണ്. ബോഡി പെർസെപ്ഷൻ എന്ന വിഷയത്തെക്കുറിച്ച് കെറി ജോൺസണും മാഗി ഫിഷറും പറയുന്നത്, മറ്റുള്ളവരെ നാം കാണുന്ന രീതിയെ ബാധിക്കുന്ന ഏറ്റവും നിർണായകമായ ഉത്തേജനങ്ങളിൽ ഒന്നാണ് മനുഷ്യ ശരീരം. ടിൽബർഗ് യൂണിവേഴ്സിറ്റിയുടെ ബിയാട്രിസ് ഡിഗൽഡർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ അധ്യായത്തിൽ ആളുകളെ അവരുടെ വൈകാരികാവസ്ഥകൾ പോലുള്ള മുഖം കാണുന്നതിലൂടെ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു. എന്നാൽ അവരുടെ ശാരീരിക വികാര പ്രകടനങ്ങളെ അടിസ്ഥാനമാക്കി ഞങ്ങൾ അവരെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു. മസ്തിഷ്കക്ഷതം അല്ലെങ്കിൽ ഓട്ടിസം പോലുള്ള വൈകല്യങ്ങളുള്ള വ്യക്തികളുടെ പഠനങ്ങളിൽ നിന്ന് ഈ മേഖലയിലുള്ള ഗവേഷകർ ശാരീരിക ആവിഷ്കാരത്തിൻ്റെ സാധാരണ ധാരണയെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടുന്നു. ആളുകളെ അവരുടെ നിലപാടുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും നിഗമനങ്ങളിൽ നിന്നും എത്തിച്ചേരാനുള്ള നമ്മുടെ കഴിവ് വളരെ അടിസ്ഥാനപരമാണ്. ഈ കഴിവിൻ്റെ കുറവ് ചിലപ്പോൾ കാര്യമായ പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിച്ചേക്കാം. നിങ്ങളുടെ വഴികാട്ടിയായി മനഃശാസ്ത്രത്തെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ ചുറ്റും വസിക്കുന്നവരിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവരെ ഈ 6 വഴികളിലൂടെ കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തേത് ഐഡൻറ്റിറ്റി. ആളുകളെ നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അവരുടെ വസ്ത്രധാരണത്തെ ആയിരിക്കും. ഒരു സ്പോർട്സ് പ്ലെയറിനെ നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അയാളുടെ ജേഴ്സി, ടീം തൊപ്പി, അവരുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ എന്നിവയായിരിക്കും. നിങ്ങൾക്ക് അതിലൂടെ അവർ ഏത് നാട്ടിലാണെന്നും അല്ലെങ്കിൽ ഏത് സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ആണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവർ അതൊക്കെ ധരിക്കുന്നതും അവരുടെ ഐഡൻറ്റിറ്റി കാണിക്കാനാണ്. അതുപോലെ തന്നെ വിവിധ ഡിസൈനുകളിലും ലോഗോകളിലുമൊക്കെയുള്ള വസ്ത്രധാരണം ചിലർ ഇടുന്നു. ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ സമ്പന്നതയെയും പ്രൗഢിയെയും കാണിക്കലാണ്. ചില ആളുകൾ യാത്രയ്ക്ക് പോകുമ്പോൾ അവർ മുൻപ് പോയ സ്ഥലങ്ങളിൽ അവിടെ നിന്ന് മാത്രം കിട്ടുന്ന ഡ്രസ്സുകൾ ധരിക്കുന്നു. അതിന് കാരണം താൻ ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെന്ന് കാണിക്കലാണ്. ടാറ്റൂകൾ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയുടെ സൂചനയാണ്. പ്രിയപ്പെട്ട ഒരാളുടെ ഓർമ്മ, സായുധ സേനയിൽ നിന്നുമുള്ള വേർപിരിയൽ, അല്ലെങ്കിൽ ബൈക്കിൻ്റെയോ കാറിൻ്റെയോ ബ്രാൻഡ് എന്നിവയെല്ലാം ഒരു വ്യക്തി അതിനെ എന്തുമാത്രം വിലമതിക്കുന്നു എന്ന് കാണിക്കലാണ്. രണ്ടാമതായി ആത്മാഭിമാനം. ഒരു മനുഷ്യനിൽ ആത്മാഭിമാനം കാണണമെങ്കിൽ അവൻ്റെ ശരീരഭാഷ നോക്കിയാൽ മതി. തോളുകൾ പുറകോട്ടിട്ട് തല ഉയർത്തിപ്പിടിച്ച് ആത്മവിശ്വാസത്തോടു കൂടി നടക്കുമ്പോൾ ആളുകൾക്ക് ഒരു സുരക്ഷിതത്വവും സ്വയം സന്തോഷവും തോന്നുന്നു. അവർക്ക് മറയ്ക്കാൻ ഒന്നുമില്ല.
എന്നിരുന്നാലും മറ്റുള്ളവരെ നിന്ദിക്കുന്ന തരത്തിൽ തല ഉയർത്തി പിടിക്കുന്നത് ആളുകളിൽ അരക്ഷിതാവസ്ഥയുടെയും സ്വയം സംശയത്തിൻ്റെയും വിത്തുകൾ പാകുന്നു. കുറച്ചുകൂടി ചിന്തിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ നാർസിസ്റ്റിക് പ്രവണത അയാളുടെ പ്രത്യക്ഷമായ ആംഗ്യങ്ങളിലും വസ്ത്രധാരണ രീതിയിലും കാണും. ഷൂസിൻ്റെ അഗ്രം മുതൽ തികച്ചും ആകർഷണീയമായ മുടിയുടെ മുകൾ ഭാഗം വരെ രൂപഭാവത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തുന്നവർ ലോകത്തോട് അവർ സ്വയം സൗന്ദര്യത്തിൽ ജാഗ്രത കാണിക്കുന്നവരാണെന്ന് വിളിച്ചു പറയുന്നു. മൂന്നാമതായി വൈകാരികാവസ്ഥ. നേരത്തെ ഡീഗൽഡർ പ്രസ്താവിച്ചതുപോലെ മറ്റുള്ളവരെ അവരുടെ രൂപത്തെ അടിസ്ഥാനമാക്കി ഞങ്ങളെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിധി അവരുടെ വൈകാരിക അവസ്ഥയാണ്. നിങ്ങൾക്ക് ഇത് അവരുടെ മുഖത്ത് കാണാൻ സാധിക്കും. വിഷാദരോഗങ്ങൾ ബാധിച്ച ആളുകളെ അവരുടെ മുഖഭാവത്തിൽ നിന്നും നടത്തത്തിൻ്റെ വേഗത, ലുക്ക് എന്നിവയിൽ നിന്നും കാണാൻ സാധിക്കുന്നു. അവരുടെ മുഖഭാവത്തിൽ ദുഃഖവും നടത്തത്തിൽ വേഗത കുറവും കാണാം. എന്നാൽ ആഹ്ലാദത്തിലുള്ളവർ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അവരുടെ മുഖത്ത് സന്തോഷവും നടത്തത്തിൽ സ്പീഡും കാണാം. നാലാമത്തേത് മാന്യത. സ്വീകാര്യതയിലുള്ള വ്യക്തിത്വം, ഊഷ്മളത എന്നിവ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു. ഇതൊക്കെയുള്ളവർക്ക് ഏത് ഘട്ടത്തിലായാലും ആളുകൾ സഹായത്തിനായോ നിങ്ങളുടെ ഒപ്പം സംസാരിക്കാനോ ഒക്കെ ഇഷ്ടപ്പെടും. അഞ്ചാമതായി എക്സ്ട്രാവേർഷൻ അഥവാ ബാഹ്യമുഖർ. ഇവർ മറ്റുള്ളവരുമായി ഇടപഴകാൻ എപ്പോഴും തയ്യാറാണ്. തനിച്ചായിരിക്കുമ്പോൾ ഇവരിൽ വിരസത കാണപ്പെടുന്നു. എക്സ്ട്രാവേർട്ടുകൾ അഥവാ ബാഹ്യമുഖർ അവർ മറ്റുള്ളവരുമായി ഇടപഴകിയും വഴിയെ പോകുന്നവരോടൊക്കെ എന്തെങ്കിലും സംസാരിച്ചും സന്തോഷം കണ്ടെത്തുന്നു. മാത്രമല്ല അവർ സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുന്നു. അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിൽ വളരെ അട്രാക്റ്റായി കാണപ്പെടുന്നു. ഇത് മറ്റുള്ളവരെ ബാഹ്യമുഖരിലേക്ക് അല്ലെങ്കിൽ എക്സ്ട്രാവേർട്ടുകളിലേക്ക് നയിക്കുന്നു.